ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് ഒരുപാട് ഹോട്ടലുകളിൽ കയറിയപ്പോൾ ഫുഡില്ല. അവിടെ ഹോട്ടലുകളിൽ ഫുഡില്ല. കാരണം ഗ്യാസില്ല. ഫുഡില്ലാത്തത് കാരണം ഗ്യാസില്ല. ഗ്യാസ് ഒരുപാട് ഹോട്ടലുകളിൽ തീർന്നു. അപ്പോൾ അത് കാരണം ഫുഡില്ല. മാക്സിമം കടകൾ ഉച്ചയ്ക്കൊക്കെ അടയ്ക്കുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഉടനെ തന്നെ അത് പാസ് ചെയ്തു. അപ്പോൾ ഇപ്പം അത് മനസ്സിലായി. കാരണം നമ്മൾ ട്രിവാൻഡ്രത്ത് സിറ്റിയിലാണ്. ട്രിവാൻഡ്രം സിറ്റിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു ചായ കുടിക്കാൻ ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ തിരക്ക്, എന്നാൽ ചായയില്ല. സംഭവം ഗ്യാസ് തീരുന്നത് കൊണ്ട് ഫുഡുകളൊക്കെ വളരെ കുറച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഗ്യാസ് നിൽക്കാമെന്നാണ് ചില കടകൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം സേഫ്റ്റി ആകേണ്ടതുണ്ട്. ഒരു കറണ്ടടുപ്പ് വാങ്ങണം, ഇല്ലാന്നുണ്ടെങ്കിൽ വിറവുകൾ സേഫ്റ്റി ആക്കണം. ഫുഡാണല്ലോ ഒരു മനുഷ്യന് ഏറ്റവും വലുത്. ഫുഡില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഫുഡ് കാശുണ്ടെങ്കിൽ എല്ലാവരും പറയും ഫുഡ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. കാശുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പം നമ്മൾ സേഫ്റ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കരുതിയാൽ മാത്രമേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. മിക്ക ഹോട്ടലുകളും വിറകൊക്കെ വെച്ച് കത്തിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പണ്ട് കാലത്ത് വിറകാണ് കത്തിച്ചിരുന്നത് എല്ലാവരും. ഇനി ആ കാലഘട്ടം വരാൻ പോവുകയാണ് കുറച്ച് നാളത്തേക്കെങ്കിലും. കാരണം ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ. ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മാർഗ്ഗം കണ്ടുപിടിച്ച് തന്നെ ആവണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വിറവ് കണ്ടെത്തിയാലല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കറണ്ടടുപ്പ് വേണം. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരു സേഫ്റ്റി, ഒരു കരുതൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ, പഴയകാല വീടുകളിൽ പണ്ടത്തെ ആൾക്കാരുള്ളവർ അവരൊക്കെ ഇപ്പോഴും വിറക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. ഗ്യാസിൽ നിന്ന് വിറകിലേക്ക് പോകുമ്പോൾ പെട്ടെന്നൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. തീയും പുകയും കരിയും ഒക്കെ അടിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, കാരണങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ നമ്മൾ സഹിച്ച് തന്നെ ആവണം. കാരണം കാലം മാറി വരികയാണ്. മാറ്റങ്ങൾ എപ്പോഴും സംഭവിക്കും. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. കണ്ണൊന്ന് അടച്ചിട്ട് നമ്മൾ തുറന്നാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെയാണ് ഇപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേർ തമ്മിൽ പോട്ടി എന്ന് അവസാനിക്കുമോ അന്നേ നമ്മുടെ ജീവിതത്തിലും ഒരു മാറ്റങ്ങൾ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ പോട്ടികളുള്ളത് കാരണം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സേഫ്റ്റിയാക്കുക. നമ്മളെ സേഫ്റ്റിയാക്കണമെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് മാർഗം അത് നമ്മൾ കണ്ടെത്തുക. അതിനു വേണ്ടിയാണ് ഞാനീ പറഞ്ഞത്. ഒന്നീ ഗ്യാസ്, അല്ലെങ്കിൽ വിറകടുപ്പ്, ഇങ്ങനെയുള്ള പുകയടുപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മറ്റേ മരത്തിൻ്റെ പൊടികൾ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന അടുപ്പുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തെങ്കിലുമൊക്കെ നമ്മൾ സേഫ്റ്റിയാക്കി വെക്കണം. ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ ഇനി നാളെ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ പ്രശ്നം തീർന്നേക്കാം. ചിലപ്പോൾ ഒരു മാസം ആയേക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ ചിലപ്പോൾ എത്രയും വേഗം ചിലപ്പോൾ മാറ്റം സംഭവിച്ചേക്കാം. അപ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടാവും. എങ്കിലും നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ വലിയൊരു മാറ്റം തന്നെ, ഒരു മല വേണമെങ്കിലും മറിക്കാമെന്നാണ് പറയുന്നത്. അപ്പം ചിലപ്പോൾ നമ്മളെല്ലാവരും കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ അത്ഭുതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നാളെ നേരം വെളുക്കുമ്പോൾ ചിലപ്പം ഗ്യാസിൻ്റെ സംഭവങ്ങളൊക്കെ മാറി മറിഞ്ഞേക്കാം. അതൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് നോക്കാം. എങ്കിലും നമ്മളൊരു കരുതൽ വേണം, ഒരു സേഫ്റ്റി വേണമല്ലോ. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളെ തന്നെ സൂക്ഷിക്കൂ. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തൂ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.